ഇത്തരം സാഹചര്യങ്ങളിൽ ഇ ഡി എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഒരു മറ്റേ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ചോദിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ ഒരു നികുതിദായകൻ ചോദിക്കുകയാണ്. എനിക്ക് പിണറായി വിജയനോടുള്ള അമിതമായ ദേഷ്യം കൊണ്ടോ മകളോടുള്ള ദേഷ്യം കൊണ്ടോ CPM എന്ന് പറയുന്ന പാർട്ടിയോടുള്ള എതിർപ്പുകൊണ്ടോ അല്ല. ഇ ഡി കൃത്യമായിട്ട് ഈ കേസന്വേഷണത്തിൽ മുന്നോട്ട് പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം SFIയുടെ 27/11/24 അന്വേഷണ റിപ്പോർട്ട് വീഴ്ച അരിഭക്ഷണം കഴിക്കേണ്ട, ചപ്പാത്തി കഴിക്കേണ്ട, പട്ടിണി കിടക്കുന്നവനും കൃത്യമായിട്ട് അറിയാം 2.78 കോടി രൂപ വീണ അനധികൃതമായിട്ടൊരു കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി. മറ്റൊരു കാര്യം കൂടി മഞ്ജുഷ് മനസ്സിലാക്കണം. ഒരു 2 ആഴ്ച മുമ്പത്തെ ചർച്ചയിൽ കേരള ഹൈക്കോടതിയിൽ ഏറ്റവും മുതിർന്ന ഒരു അഭിഭാഷകൻ ഇരുന്നിട്ട് പറയുന്നത് കേട്ടു. 1.78 കോടി രൂപ കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡാണ് കണ്ടെത്തിയിരിക്കുന്നത്. എത്രയോ ഒരു 10,000 ഇരട്ടിയോ അല്ലെങ്കിൽ 150 ഇരട്ടിയൊക്കെ മറ്റേ പിഴ അടച്ചാൽ തീരാവുന്നൊരു കേസാണത്ര അത്. അതിന് ഇത്ര വലിയ ഭൂകമ്പമൊന്നും സൃഷ്ടിക്കേണ്ട കാര്യമില്ല. വീണാ വിജയൻ ഇ ഡി അന്വേഷിച്ചിട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ട് നാളെ ജയിലിലാവുന്നു എന്നൊക്കെ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ നികുതിദായകരും ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് മഞ്ജുഷ്. എനിക്ക് അത്തരത്തിൽ ഇപ്പോഴത്തെ ഇ ഡിയുടെ പോക്ക് വെച്ചിട്ട് വീണാ വിജയൻ ഈ കേസിൽ ശിക്ഷിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ CMR ശിക്ഷിക്കപ്പെടുമെന്നോ ഒന്നും തോന്നുന്നില്ല. കാരണം ഇവരെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഈ രണ്ടു കൂട്ടരും വീണാ വിജയനും പിണറായി വിജയനും അതുമാതിരി തന്നെ ശശിധരൻ കർത്തായും ഏതറ്റം വരെയും ആ